അജിത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയം നേടിക്കൊടുത്തുള്ള ചിത്രമായിരുന്നു ശിവ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള വീരം എന്ന ചിത്രം ഈ വരുന്ന മെയ് 1 റിലീസായി തിയേറ്ററിലേക്ക് റിലീസിലെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യനായകനെ ഇനിയും ഈ വരുന്ന മെയ് 1 തിയേറ്ററിലേക്ക് റിലീസിലെത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. കിടിലമായിട്ട് തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കട്ട് ചെയ്തിട്ടുള്ളത് പ്രേമം നേരം പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള അൽഫോൺസ് പുത്രനാണ്. പുള്ളിയാണ് ലാലേട്ടന്റെ മരക്കാറും ഒപ്പം പോലുള്ള സിനിമകളിലൊക്കെ ട്രെയിലർ കട്ട് ചെയ്തിട്ടുള്ളതും. അതുകൊണ്ടൊക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കിടിലൻ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ചിത്രത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇത് സൂര്യ ഒരു കിടിലൻ കംബാക്ക് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാർത്തിക് സുബ്രാജ് ആണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത്. പൊന്നിൻ സെൽവം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള മണിരത്നം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കുന്നത് കമലഹാസന് വേണ്ടി ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ പേര് വരുന്നത് തഗ് ലൈഫ് എന്നാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചിത്രത്തിന്റെ ആദ്യ ഗാനം ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. സുരാജ് ഏട്ടനും ഷറഫുദ്ദീനൊക്കെ പ്രധാന വേഷത്തിലെത്താണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കോമഡി ചിത്രമാണ് പടക്കളം എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് രാവിലെ 10 മണിയോടെ റിലീസിന് എത്തിച്ചിരിക്കുകയാണ്. ഇതൊരു ഫുൾ ടൈം കോമഡി എന്റർടൈനർ ചിത്രമാണ്. ചിത്രം വരുന്ന മെയ് 8 വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിന് എത്താനിരിക്കുന്നത്. കുറെ നാൾക്ക് ശേഷമാണ് ഷറഫുദ്ദീന്റെയും സുരാജ് ഏട്ടനും കോംബോയിൽ വരുന്ന ഒരു കിടിലൻ കോമഡി എന്റർടൈനർ ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്താൻ പോകുന്നത്. സൂര്യനായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മണ്ടാടി എന്ന ചിത്രം. ഗരുഡൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം സൂര്യയുടെ വരാനിരിക്കുന്ന ചിത്രം കൂടെയാണ്. നമ്മുടെ മലയാളത്തിലുള്ള മഹിമ നമ്പ്യാരൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ചിത്രം ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രം തന്നെയാണ്. വിജയുടെ വർഷങ്ങൾക്ക് മുമ്പേ തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയുള്ള ചിത്രമായിരുന്നു സച്ചിൻ എന്ന ചിത്രം. ഞെട്ടിക്കുന്ന തരത്തിലുള്ള ബുക്കിംഗ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കയ്യിൽ നടന്നിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ ഇന്നലെ തന്നെ 1,00,000-ലധികം ടിക്കറ്റ് ആയിരുന്നു വിറ്റുപോയിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു കളക്ഷനും സച്ചിൻ എന്ന വിജയ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ റിലീസിന് എത്തിയിട്ടും ഇപ്പോഴും നല്ല രീതിയിലുള്ള ബുക്കിംഗ് കളക്ഷനും ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിക്കുന്നുമുണ്ട്. ലാലേട്ടന്റെ കരിയറിൽ അതിന് ഏറ്റവും വിജയം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു പൃഥ്വിരാജ് കുമാർ സംവിധാനം ചെയ്തൊരുക്കിയിട്ടുള്ള എമ്പുരാൻ എന്ന ചിത്രം. ഇപ്പോൾ വേൾഡ് വൈഡ് ബിസിനസ്സിലൂടെ 325 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. തിയേറ്ററിൽ ഷെയർ മാത്രം പ്രൊഡ്യൂസറിന്റെ ലാഭമായി ഈ ഒരു ചിത്രത്തിന് കിട്ടിയത് ഏകദേശം 115 കോടി രൂപയോളമാണെന്നും ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ് ലാലേട്ടൻ നായകനെ ഇത്തരമുള്ള എമ്പുരാൻ എന്ന ചിത്രം. മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ബസൂങ്ക എന്ന ചിത്രം. ഇതൊരു ഗെയിം ത്രില്ലർ ചിത്രമായിരുന്നു. ചിത്രത്തിലെ കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് ഒക്കെ തിയേറ്ററുകളിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 25 കോടി രൂപ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ എന്ന ചിത്രത്തിലെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് ഇപ്പോഴും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷനൊക്കെ തിയേറ്ററുകളിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബേസ് ജോസഫ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മരണമാസം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ആദ്യ ദിവസമൊക്കെ വലിയ കളക്ഷൻ ഒന്നും ഇല്ലെങ്കിലും പിന്നീട് ചിത്രത്തിൽ വളരെ മികച്ച കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ച് ഇപ്പോൾ തന്നെ ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ 200 സ്ക്രീനിലോട്ട് ചിത്രത്തിന്റെ ഷോ കൗണ്ട് കൂട്ടിയിരിക്കുകയാണ്. മികച്ച രീതിയിലുള്ള ഷോ കൗണ്ടും കളക്ഷനും ഒക്കെ നേടിയെടുത്ത് അടുത്തൊരു ഹിറ്റ് ആകുമെന്ന് ഈ ഒരു ചിത്രം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ ഈ നായകനെ തിയേറ്ററിലേക്ക് റിലീസിലെത്താതിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രമാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രം വരുന്ന മെയ് 16 റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതിയ പോസ്റ്റർ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. സൂര്യ വെട്രിമാരൻ കോംബോയിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്താതിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് വാടിവാസൽ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂലൈ മാസം മുതൽ ആരംഭിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം സമ്മറിന് ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം സൂര്യയുടെ കരിയറിലെ തന്നെ വലിയൊരു വിജയം മാറുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വിടുതലെ പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള വെട്രിമാനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ട്. ഇതൊരു നോവലിനെ ബേസ് ചെയ്താണ് ഈ ഒരു ചിത്രം ഒരുക്കുന്നത്. അജിത് നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബട്ട് അഗ്ലി എന്ന ചിത്രം വേൾഡായിട്ട് 200 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടി അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലോട്ട് തന്നെയാണ് കുതിക്കുന്നത്. ചിത്രം ഇപ്പോൾ രജനീകാന്ത് ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ജയിലർ ചിത്രം ഏകദേശം 6 ദിവസം കൊണ്ടായിരുന്നു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അജിത്ത് ചിത്രം ജസ്റ്റ് 5 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി കളക്ഷൻ കളക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ റെക്കോർഡുകളൊക്കെ നേടി ചിത്രം ഉടനെ തന്നെ 250 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോഴും ചിത്രത്തിന്റെ മികച്ച രീതിയിലുള്ള ബുക്കിംഗും ഷോ കൗണ്ടും എല്ലാം തന്നെ നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്ററായി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നെസ്ലിൻ നായകനെ വിഷു റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് വളരെ മികച്ച കളക്ഷൻ ആയിരുന്നു തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത്. എങ്ങാണ്ട് വേലുവായിട്ട് 30 കോടി രൂപയൊക്കെ ഗ്രോത്ത് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോൾ സ്ക്രീൻ കൗണ്ട് കൂട്ടിയിരിക്കുകയാണ്. 200 തൊട്ട് 230 അടുത്തോളമാണ് ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് തന്നെ ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. മികച്ച രീതിയിലുള്ള കളക്ഷനും ഷോ കൗണ്ടും ബുക്കിംഗ് ഒക്കെ നേടാൻ സാധിച്ച അടുത്ത തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന് ആലപ്പുഴ ചിങ്കാനയെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്.